ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബോട്ടിൽസ് അല്ല. ഞാൻ ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിൽസാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടൈപ്പ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ ലേഡിയുടെ ഒരു ബോട്ടിൽ, പിന്നെ ജോവാൻ എന്ന് പറഞ്ഞൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ റോയൽ മിറാഷിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി ഈ സ്പ്രേ ബോട്ടിൽ റീയൂസ് ചെയ്യുമ്പോൾ കാണുന്ന അതിൻ്റെ ക്യാപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്യാണ്. അപ്പം ഞാൻ അതിന് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊരു ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ സൈഡിലും അവിടെയൊന്നും ഞാൻ ചെയ്യണില്ല. ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു പോർഷനുള്ള ഒരു ഭാഗം മാത്രം ഞാൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിൽ റീയൂസ് ചെയ്യുന്ന ക്രാഫ്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഒക്കെ മേലുള്ള നോസസും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ എനിക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടെ വെച്ചിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ ക്യാപ്പും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാപ്പിലൊക്കെ ആവാതെ നമ്മളൊന്ന് മാക്സിമം ശ്രദ്ധിച്ചിട്ട് 3 ബോട്ടിലൊന്ന് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു റോയൽ മിറാഷിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൻ്റെ പുറത്ത് ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഷീറ്റ് പോലെ ഉണ്ടാവും. നമുക്കത് വേണമെങ്കിൽ ബ്ലേഡൊക്കെ യൂസ് ചെയ്തിട്ട് കീറിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ഹാർഡായിട്ടുള്ളതാണല്ലോ, അപ്പോൾ ഇളകി പോകുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ തന്നെയാണ് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 3 ബോട്ടിലും ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബോട്ടിലും നമ്മളൊന്ന് സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. കാരണം ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കോട്ടിങ്ങാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ബോട്ടിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലുള്ള ഫ്ലവേഴ്സും ലീവ്സും ഒന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതിന് ഞാനൊരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഒരു കളേഴ്സ് നോക്കി ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള കുറച്ചൊരു വീതി കൂടിയിട്ടുള്ളൊരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ബ്ലൂവിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വരയ്ക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ബ്രഷ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ട, ആ ഒരു സൈഡിൽ മാത്രം ഒരേ ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ വരയ്ക്കുക. ഒരേ ഡയറക്ഷനിൽ ഞാൻ വരയ്ക്കണമെന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു എൻഡിൽ ബ്രഷിൻ്റെ ആ ഒരു ബ്രിസിൽസിൻ്റെ ലൈൻസൊക്കെ കാണുള്ളൂ. അപ്പോൾ അല്ല നല്ല തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു ബ്ലോക്ക് പോലെയാണ് നമ്മൾ ആ ഒരു പെയിൻറ്റിങ് കാണുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡയറക്ഷനിൽ മാത്രം വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ജസ്റ്റ് ആ ഒരു ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയല്ലോ. ഇനി ചെറിയൊരു മിനുക്കുപണി കൂടെ ഉണ്ട് അതിലും. ഇനി സെക്കൻഡ് ബോട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ളൊരു ഫ്ലാറ്റ് ബ്രഷാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മേലേന്ന് താഴോട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ നോക്കുക. ഞാനപ്പോൾ വരച്ച സമയത്ത് തന്നെ 2-3 ലൈൻ വരച്ചപ്പോൾ തന്നെ ഒന്ന് ചെറിയ ഒരു ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു നേരെയൊന്നുമല്ല വന്നത്. അപ്പോൾ പിന്നെ ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ടില്ല, അതേ ഒരു ഇതിൽ തന്നെ വന്നു. അപ്പോൾ മേലെയും താഴെന്നൊക്കെ വരച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനൊന്ന് ക്ലിയർ ആക്കുക. ഒരു വീതി കുറഞ്ഞിട്ടുള്ള കുറച്ച് ലൈൻസ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുക ഒരു കേർവ്ഡ് ലൈൻസായിട്ട് ഇങ്ങനെ വരച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ബോട്ടിലിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു തേർഡ് ബോട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വീതിയുള്ള ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഡിസൈൻ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു ഇടക്ക് വൈറ്റ് കളറും കൂടെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. ചില ഭാഗത്ത് കുറച്ച് ഡാർക്ക് ബ്ലൂ, ചില ഭാഗത്ത് ലൈറ്റ് ബ്ലൂ, അങ്ങനെ ആ ഒരു വൈറ്റ്
അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു മോഡേൺ ആർട്ടില്ലേ, മോഡേൺ ആർട്ടൊക്കെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവാത്തൊരു ഡിസൈൻസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിസൈനിങ് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു വർക്ക്. ഞാൻ ആ നെക്കിൻ്റെ ആ സൈഡിലും കൂടെ ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു വൈറ്റ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ ഇങ്ങനെ പാച്ചസ് ആയിട്ട് വന്നപ്പോൾ നല്ല രസമുണ്ട്. ഇനി നമ്മൾ ഈ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ 2 ബോട്ടിലും ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഈ ഒരു ബ്ലൂ പെയിൻറ്റിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വൈറ്റ് പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ ഈ ഡിസൈൻ എവിടുന്ന് കണ്ടതെന്ന് വെച്ചാൽ, ഈ വാളിലുണ്ട് റോയൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, ഒരു ബ്രെഡിൻ്റെ ഒരു ഡിസൈൻ പോലെ. അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പോഞ്ചിൻ്റെ ആ ഒരു ഡാബിങ് കൂടെ കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ചെയ്യാൻ പോകുന്നത് ആ ലൈൻസിന് ചുറ്റുമായിട്ട്, അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യല്ല, ശരിക്കും ഒരു ലൈനിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലൈന് സ്പ്രെഡ് ചെയ്ത പോലുള്ള രീതിയിലൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും കുറച്ചൊരു ഭംഗി. ഇപ്പം നമ്മൾ ഒരു 3 ബോട്ടിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. എന്നാലും എനിക്ക് ചെയ്തതിൽ എനിക്ക് ലൈൻസ് വരച്ചിട്ടുള്ള ഒരു ബോട്ടിൽ അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ക്യാപ്പ് കുറച്ച് നല്ല വലിയതാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റോ അങ്ങനെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മെറ്റൽസിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് പെയിൻറ്റ് അതിൽ നിൽക്കുമോ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. സ്പ്രേ പെയിൻറ്റ് അടിച്ചാൽ ചിലപ്പം കുറച്ചും കൂടെ നല്ലൊരു ഇതിൽ കിട്ടും. ബാക്കി 2 ബോട്ടിൽസും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാച്ചസ് ആയിട്ട് വരച്ചിട്ടുള്ളതും അതുപോലെ ആ റോയൽ മിറാഷിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഏറ്റവും ഇതിൽ ഈസി ആയിട്ടുള്ള 2 വർക്ക് അതാണ്. കുറച്ചെങ്കിലും ഞാൻ വരച്ച സമയത്ത് കുറച്ച് ആ ലൈൻസ് വരയ്ക്കാനായിരുന്നു കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നത് കമ്പാരിറ്റീവ്ലി മറ്റേതിനെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ. എന്നിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ ഒരു റൗണ്ട് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ബോട്ടിൽസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നല്ല മോഡേൺ ആർട്ടിലുള്ള ഒരു ഡിസൈൻസൊക്കെ പോലെയുണ്ട്. മോഡേൺ ആർട്ടിൽ പ്രത്യേകിച്ച് നല്ലൊരു പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ലൈനും സ്ക്വയറും അങ്ങനെയൊന്നും കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് അധികം അതിൻ്റെ ആ ഒരു നോസസ് റിമൂവ് ചെയ്യുന്ന പണിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണേ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിവേദ്യ PS, അദീന T, മറിയം രാഗത്ത്, നിലോഫർ, ഫസ്ബിയ, നിയ, ഹസ്നിയ, ഹരിനന്ദന, ഷാന, അലോന ബിനു, ജഹാന ഷെറിൻ, നിസ്മിൻ സക്കീർ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. കാസർഗോഡുള്ള ഫാത്തിമ ഹുസ്ന അയച്ചു തന്നത് നമ്മളൊരു ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ജഹാന ഷെറിൻ അയച്ചു തന്നത് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടാണ്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി മലപ്പുറത്തുള്ള 7th പഠിക്കുന്ന അൻഷിഫ അയച്ചു തന്നത് നമ്മൾ പല കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു പാച്ചസ് ആയിട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അൻഷിഫ നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി 5th പഠിക്കുന്ന അൻസന മേരി അയച്ചു തന്നത് നമ്മൾ 5 മിനിറ്റിൻ്റെ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി 9th പഠിക്കുന്ന സജ്ന അയച്ചു തന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സജ്ന നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ബോട്ടിൽ ആർട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്കൊക്കെ അയക്കാനും അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.